എന്താണ് ഹെൽത്തി, എന്താണ് വെൽബീയിങ്? ഫിസിക്കൽ ഹെൽത്ത് മാത്രമാണോ? നോ, ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല. അവരുടെ ഉള്ളിൽ വരുന്ന തോട്ട്സിനെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ, അവരുടെ പേടികളെ അവർ കെയർഫുള്ളായിട്ട് തോട്ട്ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യം എറൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റീസെൻ്റ്ലി ഒരുപാട് കണ്ടതാണ് ADHD. സോഷ്യൽ മീഡിയ ഇതിലൊരു ഇൻഫ്ലുവൻസ് ആണോ? റീൽസ് കണ്ടിട്ട് എനിക്കതുണ്ടോ എന്നുള്ള പേടിയിൽ വന്നിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. എഗെയിൻ അവരുടെ പേടികൾ ചിലപ്പം ചില ട്രേറ്റ്സ് ആയിട്ടൊക്കെ ഉണ്ടാവാം എന്നുള്ളതാണ്. ആൻഡ് യെസ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഒരു തെറാപ്പി എടുക്കാൻ വരുന്നത് ഒരു മോശം കാര്യമല്ല. ഫിസിക്കൽ ഹെൽത്തിൽ ഉണ്ടാകുന്ന ഒരു പനി, ജലദോഷം അതുപോലത്തെ ഒരു കാര്യം മാത്രമാണ് മനസ്സിനുണ്ടാകുന്ന ഒരു പ്രശ്നം. ഗ്രാസ്റൂട്ട് ലെവലിൽ മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം ആയിട്ട് വരുന്നത്. മെന്റൽ ഹെൽത്തിന്റെ ഒരു സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യാൻ കഴിയണം. നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പേരൻസ് ആണെങ്കിലും ആരും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഏതൊക്കെ തരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നോ അത്രയും തരത്തിലുള്ള അവയർനെസ് ഇനിയും ശക്തിപ്പെടുത്തണം എന്ന് തന്നെയാണ്.